അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതുപോലെ ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ വരാൻ പറ്റുന്നവരെല്ലാം വീഡിയോ ഓൺ ചെയ്യാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാം കേട്ടോ. എപ്പോഴും നമുക്കൊരു പുതിയ ഇയർ എന്ന് പറയണത് ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ, ഒരു ഭയങ്കര ഒരു ഹോപ്പാണ്. എന്തൊക്കെയോ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ളൊരു ടൈമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഒരുപാട് ഗോൾസും ഒരുപാട് ഡ്രീംസും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയോ സംതിങ് പുതിയ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയാണ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ന്യൂ ഇയർ അല്ലേ. എല്ലാവരും പുതിയൊരു ഹാബിറ്റ് എപ്പോഴും ഫോം ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് കൊണ്ടുവരാൻ ലൈഫിൽ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ വേണ്ടാന്നുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നൊരു ടൈമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. കുറേ റെസൊല്യൂഷൻസ് എടുക്കും. നാളെ മുതൽ എനിക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഞാൻ ഈ വർഷം ഇനി ഇങ്ങനെ ആയിരിക്കും, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഹാബിറ്റ് എടുക്കുന്നത്? നമ്മളൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് സക്സസ് ആകണം, നമുക്കൊന്ന് ബെറ്റർ ആകണം, ഇതുവരെ ജീവിച്ച പോലെയല്ല ഇനി ജീവിക്കേണ്ടത്, കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, എൻ്റെ സെഷൻ പ്രീവിയസ് അറ്റൻഡ് ചെയ്തവര് ഞാൻ സെഷനിൽ ഇടയ്ക്ക് പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു കാര്യം. ദ പവർ ഓഫ്, അല്ലെങ്കിൽ ദ ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. ഇത് വേറൊരു ഹാബിറ്റ് അല്ല, ഷോ അപ്പ് ചെയ്യാന്നുള്ളത്. ഡെയിലി ലൈഫിൽ നമ്മളെ തന്നെ ഒന്ന് ഷോ അപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പല ഹാബിറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകും, അല്ലെങ്കിൽ കുറെ വെള്ളം കുടിക്കണം, വെള്ളം ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം ഡെയിലി കുടിക്കണം എന്നുള്ളൊരു ഹാബിറ്റ്, ഒരു 30 മിനിറ്റ്സ് നമുക്ക് നടക്കാൻ പോകണം എന്നുള്ള കുറെ ഹാബിറ്റ്സ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരും. പക്ഷേ ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ലൈഫിന്റെ എല്ലാ ഏരിയാസിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ് ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. ഇത് ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങളുടെ ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള പലരെ എടുത്ത് നോക്കിയാലും അവർക്കുള്ള ഒരു ഹാബിറ്റാണ് ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. അവരവരുടെ ലൈഫിൽ അവർക്ക് ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് അവർക്കൊന്ന് ബെറ്റർ ആക്കണം എന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് കുറവുണ്ടെങ്കിൽ ആ സ്കില്ലൊന്ന് ബെറ്റർ ആക്കണം എന്നുണ്ടാവും. അതിനുവേണ്ടി അവർ ഡെയിലി ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഡെയിലി ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്ന ഇതിനെയാണ് നമ്മൾ ഷോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്യും, അങ്ങനെ നമ്മൾ പറയും, ചെയ്യുന്നതിനെയാണ് ഷോപ്പ് അല്ലെങ്കിൽ ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിന്. ഇതൊരിക്കലും ഒരു ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല ഷോപ്പ് ചെയ്യാന്നുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ട് ഡെയിലി ലൈഫിൽ ഏത് ഏരിയ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ആ അവസരത്തിൽ നിന്ന് പിന്മാറി നിൽക്കാതെ അവിടെ ഷോപ്പ് ചെയ്യാം. ഇതുപോലുള്ള മീറ്റിംഗ്സിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് വന്ന് സംസാരിക്കുന്നത് പോലും നിങ്ങൾ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്, ഓക്കെ. പക്ഷെ ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങൾ മിണ്ടി തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇത് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ഇതെനിക്ക് പോസിബിൾ ആണ്, ഇതെനിക്ക് പറ്റും എന്ന് നമുക്ക് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് ഷോയിങ് അപ്പ് എന്നുള്ളത്. ഇത് നമുക്ക് ലൈഫിന്റെ എല്ലാ ഏരിയാസിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഈ ഈ ഒരു ഹാബിറ്റ് അവർ ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു തരം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ബോഡി റെസ്റ്റ്ലെസ് ആയതുപോലെയൊക്കെ തോന്നും. മേ ബി ക്രിറ്റിസിസം നമ്മൾ കേൾക്കേണ്ടി വരും, മറ്റുള്ളവരെ ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരും, കുറ്റപ്പെടുത്തി നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ ഇതൊക്കെ വെച്ച് നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഇതെല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ്, ഡെയിലി അവർ ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഈ മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ ഒരു ഷോയിങ് അപ്പ് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി സ്റ്റാർട്ട് ഡെയിലി, അതായത് നിങ്ങൾ എടുക്കുക, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. സ്റ്റാർട്ട് സ്മോൾ, ചെറിയത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകണ്ട. സ്റ്റാർട്ട് സ്മോൾ.
ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരിക്കലും ഷോയിങ് അപ്പ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഹസിൽ, അല്ലെങ്കിൽ പുഷ് ചെയ്ത് നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യരുത്. അതേപോലെ കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടും നിങ്ങൾക്ക് തോന്നരുത്. ഇത് അങ്ങനെയല്ല ആക്ച്വലി. ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഓൺ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു ദിവസത്തിൽ പോലും നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ടയേർഡായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, വളരെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ഒരു ലോ എനർജിയിൽ കിടക്കുന്ന ഒരു ടൈമിൽ പോലും നമ്മളെ ഉപേക്ഷിച്ച് വിടുന്നില്ല. അതാണ് ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇത് മറ്റുള്ള ആരെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യണത്. ആ ഒരു ലെവലിൽ അത് വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്, ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും വളരെയധികം ഹാർഡായിട്ട് ചെയ്യണ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു ഹാബിറ്റ് അല്ല ഇത്. എപ്പോഴും നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ലൈഫിൽ എപ്പോഴും ഒരേപോലെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ റിയൽ ലൈഫിൽ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല, ഫുൾ ടൈം ആക്റ്റീവായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ലൈഫ് അങ്ങനെയാണ്, നമ്മുടെ എൻവയോൺമെന്റ് അങ്ങനെയാണ്, നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകൾ അങ്ങനെയാണ്, നമ്മുടെ വർക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ ഇത് എപ്പോഴും നമുക്ക് പോസിബിൾ അല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്, അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് അബാൻഡൻ മൈസെൽഫ് ടുഡേ. ഞാൻ എന്നെ ഇന്ന് ഉപേക്ഷിക്കുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കും, ഞാൻ എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഹാബിറ്റിനെയാണ് ഷോയിങ് അപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ലൈഫിൽ ഇത് ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ചെയ്ത് നോക്കാന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതാണ് നിങ്ങളുടെ ഒരു ഇന്റൻഷൻ എന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വാർഡ്രോബ്സ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, നിങ്ങളുടെ വർക്ക് സ്പേസ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ചെയ്യാം, നിങ്ങൾക്ക് പഴയ കുറെ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാം. മൊത്തത്തിൽ ഒരു ക്ലീനിങ്. ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ മന്ത്ലി ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല എടുക്കേണ്ടത്. ഡെയിലി ലൈഫിൽ ഡെയിലി നമ്മൾ ഒരു ജസ്റ്റ് 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് ക്ലീൻ ചെയ്തിരിക്കും. ഞാൻ ആ ഏരിയയിൽ ഞാൻ എന്നെ ഷോപ്പ് ചെയ്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂട്ടി കൂട്ടി ഒരു ദിവസം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഡെയിലി ഞാൻ ഇതിന് വേണ്ടി ഇതിൽ ഞാൻ ഷോപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു ഏരിയ എടുക്കുക. ഒരു ദിവസം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വർക്ക് സ്പേസ് ആണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ, നാളെ നിങ്ങൾ നിങ്ങളുടെ വാർഡ്രോബ് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു 2 ഷെൽഫ് മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതി. ഡെയിലി ഞാൻ അതിനു വേണ്ടി ആക്ഷൻ എടുക്കും. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ അവിടെ കൊടുക്കും. ഞാനൊരു ക്ലീൻ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ എന്നെ ഏറ്റവും നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ഇവിടെ നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യരുത്. ഈഗോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈഗോ എപ്പോഴും പറയുന്നത് എന്താണ്? ഒരാളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ആക്ഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? നമുക്കൊരു വലിയ റിസൾട്ട് വേണം, നമുക്കിത് മൊത്തം ക്ലീൻ ആയിരിക്കണം. അതാണ് എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലേ? അങ്ങനെ ആവാതെ ഒരു 10 മിനിറ്റ് ഞാനത് ചെയ്തു, അതിൽ നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റുന്നത്. അതെ, നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും എടുക്കാം ഷോപ്പ് ചെയ്യാൻ വേണ്ടി. ഏത് ഏരിയയിൽ, ഇപ്പൊ ഇമോഷണലി നിങ്ങളൊരു വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. ഇത് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നിങ്ങളൊരു ഇന്റൻഷൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ ഇമോഷൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ നിങ്ങൾ തുടങ്ങാം. മനസ്സിലാവുന്നുണ്ട്? വളരെ സിമ്പിൾ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇമോഷണലി നിങ്ങൾ വീക്ക് ആവുന്ന സൈഡ്, നിങ്ങൾ ആരെങ്കിലും സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ, നിങ്ങൾ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന്, നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവാന്നുള്ളത്. പതിയെ 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 അതിലേക്ക് കൊണ്ടുവരാം. ആരെന്ത് പറഞ്ഞാലും ഞാൻ സങ്കടപ്പെടില്ല. കാരണം എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ഇമോഷണലി വീക്ക് ആയി കഴിഞ്ഞാൽ എൻ്റെ എനർജിയാണ് അവിടെ പോകുന്നത്. എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജേർണിനെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. അപ്പൊ അതുകൊണ്ട് ഇമോഷണലി ഞാൻ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങളുടെ മൈൻഡിനോട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ എം ഇമോഷണലി സ്ട്രോങ്. അങ്ങനെ നിങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പതിയെ പതിയെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ മാക്സിമം ഇല്ലാതെയാക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ഡെയിലി ലൈഫിൽ? എന്നിട്ട് ഇന്ന് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് നോർമലി നിങ്ങൾ സങ്കടപ്പെടുന്നത് അത്രയും നിങ്ങൾ ഇന്ന് സങ്കടപ്പെട്ടില്ലെങ്കിൽ,
വാവ്, സൂപ്പർ. നിങ്ങൾ റിയലി നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ കുറച്ചൊന്ന് കൺട്രോൾഡ് ആയി എന്നുള്ളത്. ഓഫ് കോഴ്സ് നാളെ നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റുന്നത്. ഈ ഷോയിങ് അപ്പ് എന്ന് പറയുന്നത് എല്ലാ ലൈഫിന്റെ എല്ലാ ഏരിയാസിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇമോഷൻസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കത് ചെയ്യാം. നമ്മുടെ എനർജി എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എൻ്റെ എനർജി ഡ്രെയിൻ ആവുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മാറി നിൽക്കാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാം. അങ്ങനെയുള്ള എൻവയൺമെന്റിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാം. അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാം. എൻ്റെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, എൻ്റെ എനർജി എപ്പോഴും അപ്പാക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം ഡെയിലി ഷോപ്പ് ചെയ്യാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾ ഇതുപോലുള്ള ആളുകളുമായിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആക്ച്വലി. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഹാബിറ്റ്. വൺസ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അമേസിങ് റിസൾട്ട് ആയിരിക്കും ലൈഫിൽ. ആ എനർജി എങ്ങനെ സേവ് ചെയ്യാം, അതിലൊക്കെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാം. അതേപോലെ ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യും ചില ലേഡീസിനാണ്, പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് വർക്ക്സ് ഉള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പതിയെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അതൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത്, ഞാൻ അധികം ടെൻഷൻ ആവാതെ ഞാൻ ഇന്നത് ചെയ്യും, ഇപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇവിടെ ചെയ്യും, ആ ലെവലിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാം. അതിനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യുന്നു എന്ന് പറയണത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വേണം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? ഈ ഒരു ഫ്രീ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇതേപോലെ ആയിരിക്കണം നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം വന്നാൽ നിങ്ങൾ ആ അവസരത്തിൽ കയറി സംസാരിക്കാം. ഇപ്പൊ മുഹസിന ഇവിടെ കയറി ഇപ്പൊ സംസാരിച്ചു. മുഹസിനോട് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ ഇത്രയും ഓപ്പൺ ഇത്ര ആളുകളുടെ ഇടയിൽ മുഹസിനയുടെ ആ ഒരു കാര്യം പറയാൻ വില്ലിങ്നെസ് കാണിച്ചു. അത് തന്നെ അതൊരു ഷോപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഷബ്ന ഡ്രൈവിങ്ങിന്റെ ഇടയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ വന്നിട്ട് ഷബ്ന പറഞ്ഞിട്ട് പോയി. അത് ഷബ്നയുടെ ഒരു വില്ലിങ്നെസ് ആണ്. ഞാൻ ചോദിച്ചതിന് അവിടെ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി ഷോപ്പ് ചെയ്തു. ഈവൻ ഒരു ചെറിയ ഗ്രൂപ്പിൽ പോലും ആൻസർ ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഷോപ്പാണ് ആക്ച്വലി. എത്ര പേര് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? അതുപോലും പറ്റാത്ത ആളുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലും പറയാനുള്ള കറേജ് ഇല്ലാത്ത ആളുകളുണ്ട്. അത് അത് ബ്രേക്ക് ചെയ്യണം. നമ്മളിത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇതിനൊരുപാട് ഡീപ്പർ ലെവലിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈഫ് എത്ര അടിപൊളിയായിരിക്കും. ധൈര്യം കാണിക്കേണ്ട സിറ്റുവേഷൻസിൽ, കറേജ് കാണിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കറേജ് കാണിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പേടിയില്ലാതെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് പേടി അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കാനാണോ പേടിയെങ്കിൽ സംസാരിക്കുക. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സംസാരിക്കാം. ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനാണ് പേടിയെങ്കിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരിക്കലും നിങ്ങൾ പെർഫെക്ഷനിസം നോക്കരുത്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാലം ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസിലൂടെയാണ് എല്ലാവരും എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ചുറ്റുമുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ നിങ്ങൾ നോക്കിയാലും, ഓക്കെ പോയിക്കോളൂ, നോ പ്രോബ്ലം, മുഹസിനേക്ക് പോകണം. അപ്പൊ ആരെ നിങ്ങൾ നോക്കിയാലും ഇവരെല്ലാം പെർഫെക്ഷൻ നോക്കി നിൽക്കാതെ അവരവർക്ക് കിട്ടിയ ടൈമിൽ, അല്ല അവരവർക്ക് കിട്ടിയ സമയത്ത് അവർ ആക്ഷൻ എടുത്തത് കൊണ്ടാണ് അവർക്ക് അത് ഷോപ്പ് ചെയ്യാൻ പറ്റിയത്. ഇനി എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് എങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും? റിലേഷൻഷിപ്പ് ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ കൂട്ടുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല, നമുക്ക് നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിലെല്ലാം ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ എന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റും? അവിടെ എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും? ഡെയിലി ഡെയിലി ലൈഫിൽ ഞാൻ എന്തൊക്കെ ആക്ഷൻ എടുക്കണം എനിക്കൊരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആളുകളായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഫോർ എക്സാമ്പിൾ, കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ്, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു സമയം പോലും ഷോപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു വലിയ കാര്യങ്ങൾ നിങ്ങളോട് ഡെയിലി ചെയ്യാനല്ല പറയുന്നത്. മക്കളോട് ഒരു അരമണിക്കൂർ നമ്മളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന ഒരു ഷോപ്പാണ്.
മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടാണ് അത് നിങ്ങളുടെ ഏത് ഏരിയയിലും. ഇനി ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും, മണി മാനേജ്മെന്റ് പുവർ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ചെറുതായിട്ടാണെങ്കിലും നിങ്ങളൊന്ന് മണി മാനേജ് ചെയ്ത് തുടങ്ങുക. ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് ആരും തലയിൽ വെക്കരുത്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഡെയിലി നമ്മളത് ചെയ്താൽ മാത്രമേ നമുക്കതിൽ പ്രോ ആകാൻ പറ്റുള്ളൂ. അതിനെയാണ് ഷോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ പറഞ്ഞത്? യെസ് മാം. ആ, ഓക്കെ. നമ്മൾ വളരെയധികം ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നമുക്കിപ്പോൾ ഒരു എനർജി ഇല്ലാതിരിക്കുന്ന സമയത്തും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതിക്കേ. എനിക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഏതൊക്കെ ഏരിയാസിൽ ഈ ഒരു ആഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് ഷോപ്പ് ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിക്കുക. ഒരു 3 കാര്യങ്ങൾ എഴുതാം. ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രോ ആയിട്ടുള്ള കാര്യമല്ല, ചെയ്യണം, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ജസ്റ്റ് പറഞ്ഞ ആരെങ്കിലും. ഷെഹനാസ് ഏതാണ് എഴുതിയത്? എഴുതിയോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയൂ. കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ആലോചിച്ച് എഴുതൂ. നിങ്ങൾ ആലോചിക്ക്. മാം, നമുക്ക് നല്ലത് കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നല്ലത് ബെസ്റ്റ് കൊടുക്കാന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. എൻ്റെ നമ്മൾ ഒരു നമ്മളുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക. ആ ബെസ്റ്റ് ഒരു കൊടുക്കുക. കാര്യത്തിൽ നമുക്ക് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മളെ ബെസ്റ്റ്. തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ ആക്ഷൻ എങ്കിലും എടുക്കുക. ഷോപ്പ് ചെയ്യാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മ ഉം. ഈ ഓട്ടത്തിനിടെ ഇതൊക്കെ മറന്നു പോവുകയും ചെയ്യും അല്ലെ? അതാണ് അതിന്റെ ഒരു ഓട്ടത്തിനിടെ മറന്നു പോവുക എന്നില്ല. കാരണം നമുക്ക് നമ്മളുടെ ആ ഒരു ഏരിയ ബെറ്റർ ആക്കണം എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഹാബിറ്റ് ആക്കി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏത് മറക്കില്ല. ഏരിയയാണ് ബെറ്റർ ആക്കാന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം. എന്റെ ലൈഫിൽ ഞാൻ എവിടെയാണ് വീക്കർ ആയിട്ട് ഇരിക്കുന്നത്, ആ ഒരു ഏരിയ എനിക്ക് ബെറ്റർ ആക്കണം എന്നുള്ള ആ ഒരു ഏരിയ എടുക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഡെയിലി എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, അവിടെ ഡെയിലി ഷോപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ ഷബ്ന? ക്ലിയർ ആയോ? ക്ലിയർ മനസ്സിലായി. ആയി. ചിലപ്പോൾ നമുക്കൊരു എനർജി ഇല്ലാതിരിക്കുന്ന ആളായിരിക്കും നമ്മള്. ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ഒരാളായിട്ട് ഇരിക്കുകയായിരിക്കും. എന്തൊക്കെയോ മടി, എന്തൊക്കെയോ സ്ട്രെസ്സിൽ ഇരിക്കും. അപ്പൊ മാം, നമ്മൾ ഞാനിന്ന് ഡാൻസിന് ചേർന്നു, ഡാൻസ് അക്കാദമി ചേർന്നു. ആഹാ ഞാൻ 42 ഇയേഴ്സ് ആണ്. ആഹാ അപ്പൊ ഡാൻസ് ചേർന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ബിഗിനറാണ്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന്. ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ എന്താ, ഞാൻ എന്തായാലും തെറ്റിക്കും, അത് ഫിക്സ് ചെയ്ത് ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊരു ഉം 1.5 മണിക്ക് ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉം ഉം എനിക്കത്, അതായത് എനിക്കിത് പറ്റുമെന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റണില്ല. എന്താന്ന് മനസ്സിലാവണില്ല. അതായത് ആ, എനിക്കിത് പറ്റും. ഉം ഉം അതായത് ഞാൻ ഡാൻസ്, എനിക്ക് അതായത് എന്റെ ഒരു, എനിക്ക് അതിന്റെ ഒരു ടാലന്റ് ഇല്ല. ഡാൻസ് ഇഷ്ടമാണ്, ആ ഒരു ഉം ടാലന്റ് ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് തെറ്റിക്കുന്നുള്ളത്. ഉം അതുപോലെ തെറ്റിച്ച് ചെയ്തോണ്ടിരിക്കണേ. ഉം അതായത് ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് ഞാൻ മൈൻഡിൽ പറയുന്നുണ്ട് റിവേഴ്സ്. ഉം ഉം. പക്ഷെ അറിയില്ല ശരിയായിരിക്കും. അതാണ് അത് ചെയ്യേണ്ടത്. അവിടെ അവിടെ ഷോപ്പ് ചെയ്യുക ഷബ്ന. അവിടെ ഷോപ്പ് ഉം. ചെയ്യുക. അത് ഡാൻസിൽ പോയി ചേർന്നത് തന്നെ ഒരു ഷോപ്പിന്റെ ഭാഗമാണ്. വേണമെങ്കിൽ വെറുതെ വീട്ടിലിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അതെ എന്റെ എനർജിയൊക്കെ ഒന്ന് അപ്പാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ അവിടെ പോയി ചേർന്നത്. അതെ അതെ. ഇത് തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും. ഞാൻ വെറുതെ ഇരുന്നില്ലല്ലോ, ഞാൻ ഇതിന് പോയി ജോയിൻ ചെയ്തല്ലോ, ഇനി എനിക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ പറയാ, ഞാനൊരു ബിഗിനർ ആണ്, ഇറ്റ് ടേക്സ് ടൈം, ബട്ട് അതിൽ ഞാൻ എന്റെ ഏറ്റവും മാക്സിമം ഞാൻ ഇടും. ഞാൻ ഏറ്റവും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അവിടെ അങ്ങനെയാണ് അത് ഷോപ്പ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ലൈഫിൽ നമ്മളൊന്ന് വളരെയധികം അപ്ഗ്രേഡ് ചെയ്യും ഈ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്തിരിഞ്ഞോടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിൽ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് അതിൽ ബെസ്റ്റ് ആകുക എന്നുള്ളതിനെയാണ് പ്രോ ആയി മാറുക എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പൊ കാണുന്ന നിങ്ങളുടെ മുൻപിലിരിക്കുന്ന നിങ്ങളുടെ ഡാൻസ് ടീച്ചർ ആണെങ്കിലും ഈ പ്രോ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവരും അവർ ഇതേപോലെ ചെയ്തിട്ട് വന്നവരാണ്. മനസ്സിലാവുന്നു? അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് അവർക്കും ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആകണം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഈ തോട്ട്സ് ഒക്കെ എടുത്ത് മാറ്റാം. നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും ഞാനിത് ചെയ്യും. ആ ലെവലിൽ തിങ്ക് ചെയ്തുകൊണ്ട് ഇറങ്ങാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ? അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. താങ്ക് യു ഷബ്ന, താങ്ക് യു ഫോർ ഓക്കെ. ഷെയറിംഗ്. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞേ.
മാം എനിക്ക് എഡിറ്റിംഗ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓക്കെ. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് ദിവസം മാം പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ക്ലീനിങ്ങിന് വെക്കണമെന്നുണ്ട്. ഉണ്ട് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ലേഡീസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ക്ലീനിങ് നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടി നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിട്ട്, ഡീപ്പ് ക്ലീനിങ് ഓഫ് കോഴ്സ് നമുക്ക് വെക്കാം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മന്ത്ലി വൺസ്. പക്ഷെ എല്ലാ ദിവസവും നമ്മളൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഓടി നടന്നൊന്ന് ക്ലീൻ ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ഡംപ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ അതിനു വേണ്ടി വേറൊരു ടൈം വെക്കേണ്ട. നമ്മൾ അവിടെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ് ഷഹനാസ്. അതേപോലെ ഇനി ഷഹനാസിന്റെ എഡിറ്റിംഗ് സ്കിൽസ് ആണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെയിലി ഞാൻ ഒരു ആക്ഷൻ എടുത്തിരിക്കും. ഞാൻ ഡെയിലി 24 hours ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. 8 hours നമ്മൾ ഉറങ്ങാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 hours ഒരു 5 മിനിറ്റ് എടുക്കാൻ പറ്റുമോ എഡിറ്റിങ്ങിന്റെ എന്തെങ്കിലും ഒരു കാര്യം യൂട്യൂബിൽ നോക്കാനോ, എന്തെങ്കിലും ഒരു അതിന്റെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? അത് മതി. 5 to 10 minutes എടുത്താൽ മതി. നമ്മൾ 1 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ചെയ്യും തോറും അവിടെ ഒരു കൺസിസ്റ്റൻസിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, എല്ലാവർക്കും ഒരു കാര്യം തുടങ്ങും, 2 3 ദിവസം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്? അവിടെ ആ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, വലിയ റിസൾട്ട് ഉടനെ തന്നെ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും ഉണ്ടാവും. നമുക്ക് സിമ്പിൾ ആയിട്ട് മതി. പക്ഷേ സ്റ്റാർട്ട് സ്മോൾ ബട്ട് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എഡിറ്റിങ്ങിന്റെ തന്നെ ഒരു 10 15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ നോക്കുക. ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ചെറിയൊരു 1 മിനിറ്റിന്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക ഫോണിൽ. 15 മിനിറ്റോ അരമണിക്കൂറോ ഡെയിലി എടുത്താൽ മതി അതിനു വേണ്ടി. പക്ഷേ 1 മന്ത് ഇതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ ഷെഹനാസ് ഇതിൽ പ്രോ ആയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൽ പ്രോ ആയി മാറും. അതാണ് അവിടെ വർക്ക് ആവുന്നത്. ക്ലിയർ ആയോ ഷെഹനാസ്? യെസ് മാം, യെസ് മാം. ക്ലിയർ. ഈ രീതിയിൽ ആക്ഷൻ എടുക്കുക. ഇതിനെയാണ് ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ്. ഡെയിലി നമ്മൾ അതിൽ പ്രോ ആകാൻ നോക്കുക എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്? ഞാൻ ഇത് കൂടുതൽ പറഞ്ഞു തരാം, അപ്പൊ മറ്റുള്ളവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. ചില ആളുകളുണ്ട് വർക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വർക്ക് ചെയ്യുന്നിടത്ത് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യും. എപ്പോഴും വർക്കിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ജോലി സ്ഥലത്ത് വർക്കിനെ ബ്ലെയിം ചെയ്ത് മാർക്കറ്റ് ശരിയല്ല, അത് ശരിയല്ല, അങ്ങനെയുള്ള 100 കാര്യങ്ങൾ. അപ്പൊ അവിടെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നമുക്ക് എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റും ഇതും എല്ലാം ഇതാണ്, ഓക്കെ ആണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പക്ഷെ എനിക്കിവിടെ എന്നെ കൊണ്ട് എനിക്ക് എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും നോർമൽ ഡേയ്സിൽ ചെയ്യുന്നത് കൂടാതെ ഒരു ബെസ്റ്റ് കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എങ്ങനെ ഇവിടെ എന്നെ ഷോപ്പ് ചെയ്യാൻ പറ്റും? അതിൽ നിങ്ങൾ ഓരോ ആക്ഷൻ എടുക്കുക. ഡെയിലി നിങ്ങൾ ഇത് ഓരോരോ ആക്ഷൻ എടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബോധിപ്പിച്ചു കൊണ്ടുപോവുക. അതാണ്. അപ്പൊ ആ ഏരിയ നിങ്ങൾ പോലും അറിയാതെ ബെറ്റർ ആവും. വർക്കിന്റെ കാര്യം നിങ്ങൾ പോലും അറിയാതെ ബെറ്റർ ആകും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഏത് ഏരിയാസിലും, ബോഡി ഒരു ഏരിയ ആണ്. എന്റെ ബോഡി ബെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? എന്റെ ബോഡി ഹെൽത്തിയർ ആക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി എനിക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറൊന്നും നടക്കണ്ട, 10 മിനിറ്റ് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? 10 മിനിറ്റ് നിങ്ങളൊന്നും നടക്കുക. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കാം. അതേസമയം 1 മണിക്കൂർ ഞാൻ നടക്കുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പോസിബിൾ ആവണം എന്നില്ല. 10 മിനിറ്റ് ഡെയിലി നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ഷോപ്പ് ചെയ്യാണ്. ഇന്ന് മുതൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ആം, രചനയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 10 മിനിറ്റ് ഞാൻ നടക്കുന്ന രചന സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, രചന 10 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് ഷോപ്പ് ചെയ്തു. എന്റെ ബോഡിക്ക് വേണ്ടി ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഷോപ്പ് ചെയ്തു. നാളെ ഞാനിത് ചെയ്തിരിക്കും. അപ്പൊ 10 മിനിറ്റ് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതേസമയം 1 മണിക്കൂറൊക്കെ നടക്കാൻ ആദ്യമേ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. ഇങ്ങനെ ചെറിയ ആക്ഷൻ എടുക്കുമ്പോഴാണ് ആ വലിയൊരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതേപോലെ ബോഡി പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൈൻഡ്. എന്റെ മൈൻഡ് എനിക്ക് എപ്പോഴൊന്ന് മൈൻഡ്ഫുൾ ആയിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റും? എനിക്ക് ആ ഒരു ഏരിയ ഒന്ന് ഷോപ്പ് ചെയ്യണം. എന്റെ മൈൻഡ് സെറ്റ് ഒന്ന് അടിപൊളിയാക്കി ഇരുത്താൻ. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്കത് ഒരുപാട് ടെക്നിക്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ തന്നെ മൈൻഡ് ഒന്ന് കാമായി. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഒന്ന് നല്ല നല്ല ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവരുമായിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ബോഡി പറഞ്ഞു, മൈൻഡ് പറഞ്ഞു, അതേപോലെ ഇമോഷൻസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. പല പല ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം നമുക്ക് ഒരുപാട് ഇമോഷൻസിലൂടെയാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്, അല്ലെ? ചിലപ്പോൾ ദേഷ്യമാണെങ്കിൽ, ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ നമുക്ക് ഒരു തരം ആങ്സൈറ്റി, ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ആയിരിക്കും. ഈ പല പല ഇമോഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും എന്തൊക്കെയോ ഒരു നിരാശ ഫീൽ ചെയ്യും, പെട്ടെന്ന് ഡൗൺ ആയതുപോലെ തോന്നും. അപ്പൊ എന്റെ ഇമോഷനെ എനിക്ക് എപ്പോഴും നല്ല ബെസ്റ്റ് ആയിട്ട് നിർത്താൻ എനിക്ക് എങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റും? അത് ആലോചിച്ചിട്ട് അതിലേക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാം. ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ എപ്പോഴും നല്ല രീതിയിൽ നിർത്താൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല ഹാബിറ്റ്സ് നിങ്ങൾ കൊണ്ടുവരാം. ഈ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസ് എന്താണോ ഞാൻ ചെയ്താൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്, ഏത് എൻവയൺമെന്റിൽ നിന്ന് മാറി നിന്നാലാണ് എനിക്ക് ഹാപ്പി ആവാൻ പറ്റുക, അതൊരു ഷോപ്പിന്റെ ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് ഷോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഡെയിലി ചെയ്യണം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, റെഗുലർ ആയിട്ട് ചെയ്യണം. ഇപ്പൊ കൂടുതൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ഷോപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. നമ്മൾ ഇപ്പൊ വിചാരിക്കുകയാണ് നാളെ മുതൽ എനിക്ക് കുറെ കാര്യങ്ങളിൽ ഷോപ്പ് ചെയ്യണം, മാം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ്ഡ് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞ എക്സാമ്പിൾസിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ തോറ്റു പോകുമെന്നൊരു പേടി വരും പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്റെ സംസാരം ബെറ്റർ ആക്കണം. അപ്പൊ സംസാരിക്കാൻ ഒരു വേദി കിട്ടി, ഒരു അവസരം കിട്ടിയാൽ സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്, അത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യലാണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പിന്നോട്ട് വലിക്കുന്നത്, നമ്മൾ ഫെയിലിയർ ആയി പോകുമെന്നൊരു ചിന്ത. ആൻഡ് രണ്ടാമതായിട്ട്, നമ്മളൊന്ന് ഷോപ്പ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ തലയിലാകുമെന്നൊരു തോന്നൽ വരും. എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അത്? അതായത് ഞാനൊരു കാര്യത്തിലേക്ക് ഒന്ന് പ്രോ ആയാൽ ഇനി ഇതെല്ലാം ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുമോ, അങ്ങനത്തെ ഒരു തോന്നൽ വരും. സക്സസ് ആകാൻ ചില ആളുകള് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താണ്, ചില ആൾക്കാർക്ക് ഗ്രോത്ത് വേണ്ട. അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ഞാൻ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ എല്ലായിടത്തും പോകേണ്ടി വരും, പിന്നെ അതൊക്കെ എന്റെ തലയിലാകും, ഞാൻ പിന്നെ എനിക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള കണക്ഷൻസ് ചിലപ്പോൾ വിടേണ്ടി വരും, ഞാൻ കുറച്ചുകൂടി ബിസി ആകും, എനിക്ക് കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റില്ല. ആ ലെവലിൽ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല ലൈഫിൽ. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എക്സോസ്റ്റഡ് ആയി പോകുന്ന ആളുകളുണ്ട്, പെട്ടെന്ന് ടയേർഡ് ആയി പോകും. പുതിയൊരു കാര്യം, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ. ചില ആൾക്കാർക്ക് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നതിലും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ കുറെ ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മൂന്ന് കാര്യങ്ങള് നിങ്ങളെ ഷോപ്പ് ചെയ്യുന്ന ഹാബിറ്റിൽ നിന്ന് അതിലേക്ക് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഫിയർ, എന്തെന്നില്ലാത്തൊരു പേടി, തോറ്റു പോകുമെന്നൊരു പേടി. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ തലയിലാകുമോ, നിങ്ങൾക്ക് പിന്നെ അതിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു പേടി. ആൻഡ് മൂന്നാമത്തെ കാര്യം, എക്സോസ്റ്റഡ് ആവുന്ന ഒരു ഫീല് പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല ആരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് സ്മോൾ. ഈ ഒരൊറ്റ വേർഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി, സ്റ്റാർട്ട് സ്മോൾ. 1 മണിക്കൂർ ചെയ്യേണ്ട കാര്യം 5 മിനിറ്റ് ചെയ്യാം. പുതിയൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിന്റെ തിയറിയും അതിന്റെ ഇതും എല്ലാം പഠിച്ചു തന്നെ നിങ്ങൾക്ക് ബോറിംഗ് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെ ഒരു ഷോപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ തന്നെ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഷബ്ന ഡാൻസിന് പോയി ചേർന്നു, അത് തന്നെ ഷബ്നനെ തന്നെ ഒന്ന് ഷോപ്പ് ചെയ്യുന്നതാണ്. ഷെഹനാസ് പറഞ്ഞു എനിക്ക് എഡിറ്റിംഗ് പഠിക്കണം എന്നുള്ളത്. എഡിറ്റിംഗ് പഠിക്കുക, അത് ഞാൻ എന്നെ തന്നെ ഒന്ന് ഷോപ്പ് ചെയ്യാൻ, എനിക്കത് പറ്റും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണല്ലോ അതിലേക്ക് ഇറങ്ങുന്നത്. ഇനി അവിടെ നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അതിന്റെ കംപ്ലീറ്റ് തിയറി ഫസ്റ്റ് ഡേ തന്നെ പ്രോ ആകേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ വളരെ ടൈം എടുത്തുകൊണ്ട് പതിയെ പതിയെ എടുത്ത് പഠിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളോട് തന്നെ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ്, ഞാൻ ഇന്നത് ചെയ്യും എന്നുള്ളത്. ആ പ്രോമിസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയുള്ള ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് പോകുന്നത്. വൺസ് ഇപ്പൊ ഡാൻസിന് പോയി തുടങ്ങി, അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയി, എന്നിട്ട് നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡും ഒക്കെ ചിന്തിച്ചു തുടങ്ങും, ഇത് ഇങ്ങനെ ചെയ്യണ കാര്യമല്ല കേട്ടോ, എല്ലാം തുടങ്ങി വെക്കും പിന്നെ അത് പെൻഡിങ്ങിൽ നിർത്തും എന്നുള്ളത്.
എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിലുള്ളവർ ഇങ്ങനെ കളിയാക്കും, നീ എല്ലാം സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഒന്നും നീ കണ്ടിന്യൂസ് ആയിട്ട് നീ ചെയ്യില്ല എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് ഇത് നമ്മൾ നമ്മളോട് തന്നെയുള്ള പ്രോമിസ് ബ്രേക്ക് ചെയ്യാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ഓർക്കാൻ പറയുന്നത്, സ്റ്റാർട്ട് സ്മോൾ ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇതിനെയാണ് ഈ ഷോയിങ് അപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ഒരിക്കലും നിങ്ങൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്ത്, ഇത് ആക്ച്വലി ഇതൊരു വലിയൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഇതൊരു സെൽഫ് ട്രസ്റ്റ് ആണ്. നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്. നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹാബിറ്റ് ഓഫ് ഷോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ. അതൊരു വലിയൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നാളെ മുതൽ ഞാൻ ഡിസിപ്ലിൻഡ് ആകും, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ. ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് കേട്ടതിൽ നിന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഇനി ആരെങ്കിലും കൂടി ഒന്ന് ഷെയർ ചെയ്തേ. ആരെയും കാണുന്നില്ല, ഒന്നാമത്തെ കാര്യം. എല്ലാരും വീഡിയോയുടെ ബാക്കിലാണ്. ഹലോ. യെസ് പറയൂ ഐശ്വര്യ. യെസ് ഐശ്വര്യ ആ, പറയൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ തുടങ്ങി വെക്കും, പക്ഷെ ഈ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഇതുണ്ട്. ഉണ്ട് എനിക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞു ഐശ്വര്യ. ഫോർ എക്സാമ്പിൾ, ഞാന് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഉം, എനിക്ക് ഏകദേശം ഞാൻ യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ച് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആണ്. ഉം, ഉം, ഞാൻ റിക്രൂട്ട്മെന്റ് ചെയ്യണ കുറെ ഉം, കാലമായിട്ട്. ഉം, പക്ഷെ ഉം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് താല്പര്യമുണ്ട്. ഉം, ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് ഒന്ന് രണ്ട് മാസമൊക്കെ പഠിച്ചതാ, പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. 6 months കോഴ്സ് അങ്ങനെയൊക്കെ. ഉം, ഉം, അപ്പൊ അത് ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ സമയത്ത് വരും, പിന്നെ ഉം, മൈൻഡും ഉം. ഇപ്പോഴേക്ക് നമുക്ക് അതിന് ഇനി ഇനി ഈ ഇതാവും. രീതിയിലൊന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഡെയിലി ഞാനൊരു 15 മിനിറ്റെങ്കിലും അതിനൊന്നൊരു ടൈം കൊടുക്കും. പതിയെ പതിയെ എനിക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഡെയിലി അതിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉം. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ട്, അങ്ങനെയുള്ള കുറെ ചിന്തകൾ ആദ്യമേ വരും. നമുക്കിത് വേണ്ട ഒരു കാര്യമാണ്, വളരെയധികം പാഷനേറ്റ് ആണ്, ഇതെനിക്കൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഉം. ചെറിയ ആക്ഷൻ എടുക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അത് പറഞ്ഞാൽ ഒരുപാട് ഉം. സമയം കണ്ടെത്തണ്ട. 15 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബുക്ക് എടുത്തോളൂ. ഇതിനു വേണ്ടി നിങ്ങൾ ഷോപ്പിന് വേണ്ടി തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തോളൂ. ഞാൻ ഡിജിറ്റൽ ഉം. ഉം. മാർക്കറ്റിംഗിൽ ഇന്ന് മുതൽ ഡേറ്റ് ഇടാം. ഞാനൊരു 10 മിനിറ്റ് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കിനി എന്തൊക്കെയാണ് ചെയ്യുക. അതൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്ത്, ഹെവി ആയിട്ട് എന്ത് കാര്യം ഫീൽ ചെയ്താലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ഉം. ഉം. നമ്മളെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യാം, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അല്ല, അങ്ങനെ. അത് എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഉം. ഇവരിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ഹാ ഹാ. ക്ലാസ്സിന്. ആ പക്ഷെ ഹാ. അതെന്ന് വെച്ചാൽ ഒരു 2 hours ക്ലാസ് അല്ലേ, അതിനിടയ്ക്ക് ചിലപ്പോൾ സംസാരം ഉണ്ടോ, എനിക്കപ്പോ ക്ഷമ കിട്ടുന്നില്ല തീരെ. ഉം ഉം ഉം. അതിരുന്ന് കുത്തിയിരുന്ന് ആ കേൾക്കേണ്ടി 2 മണിക്കൂർ കുത്തിയിരുന്ന് വരും. പഠിക്കാനും അങ്ങനെ ഒരു എല്ലാത്തിനും ഭയങ്കര ഒരു വെപ്രാള, പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കണം അങ്ങനത്തെ അതാണ് ഒരു. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന ഒരു വലിയ ഐശ്വര്യ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു എൻഡ് റിസൾട്ടിലേക്കാണ് ഫോക്കസ്. പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് വേണം എന്നുള്ളത്. പക്ഷേ ഉം. ഇതാണ് ആരെയും സക്സസിലേക്ക് നമ്മുടെ സക്സസ് ഡിലേ ആക്കുന്ന ഒരു കാര്യം ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉം. നമുക്ക് ഉം. ഉം. പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം. നമുക്കൊരു വെപ്രാളം ഫീൽ ചെയ്യും, ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ഞാൻ ഈ 2 മണിക്കൂറിന്റെ ക്ലാസ് ഇപ്പൊ പതിയെ കേട്ടിരുന്നിട്ട് ഞാൻ ഇതിന് എപ്പോ എത്താനാണ്, അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം പോകുന്നത്. ഈ രണ്ട് ഉം. മണിക്കൂറിന്റെ ക്ലാസ് 4 ദിവസം കൊണ്ട് അര മണിക്കൂർ വെച്ച് ഇരുന്ന് അതിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് ഒരു ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ആവും. ഇതിപ്പോ നമ്മൾ അതെ. ആ 4 ദിവസവും എടുക്കുന്നില്ല, ഒട്ടും ഇത് എടുക്കാതിരിക്കാൻ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? ജസ്റ്റ് നമ്മൾ അതിനു വേണ്ടി ആ ഒരു ഇൻട്രസ്റ്റ്, നമ്മുടെ ആ ഒരു പാഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി 1/2 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ഡെയിലി സ്പെൻഡ് ചെയ്യുന്നതാണോ? ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം കൊണ്ട് 1/2 മണിക്കൂർ വെച്ച് അതെ, നമുക്ക് നമ്മള് ഡിവൈഡ് ചെയ്ത് അരമണിക്കൂർ വെച്ച് കാണാനുള്ള ഒരു ക്ഷമയൊക്കെ ഉണ്ട്. അപ്പൊ ഉണ്ട്. അങ്ങനത്തെ 1/2 മണിക്കൂർ ഓഫ് കോഴ്സ് പറ്റും, 1/2 മണിക്കൂർ നമുക്ക് പറ്റും. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് റെസ്റ്റ്ലെസ് ആണ്, നമ്മളിപ്പോ പല അതെ, അതെ. കാര്യങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ മൂഡ് ഉം. ശരിയായിരിക്കില്ല, നമ്മുടെ ഇമോഷൻസ് എല്ലാം പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരുണ്ടാവും. നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്കാണെങ്കിൽ ഒന്ന് അതൊക്കെ ഒന്ന് മിനിമൽ ആയിട്ടുണ്ടാവും. ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ്
അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഏതിലാണ് ഷോപ്പ്, ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ കൊറേ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഏതാ പറയാ. അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു അവയർനെസ് ആണ്. ഞാൻ എപ്പോഴും ഉം പറയും, എന്റെ ഉം ഓരോ സെഷൻസും ഒരു അവയർനെസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് പോവാന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവുന്നത്. ആ ഒരൊറ്റ പോയിന്റിൽ വർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, സ്റ്റാർട്ട് സ്മോൾ, ചെറുതായിട്ട് തുടങ്ങുക. ആ ഒരു വേർഡ് മതി, ഉം അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ബുക്ക് എടുക്കുക, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ബുക്ക് എടുക്കുക. അപ്പൊ ഐശ്വര്യ ചെയ്യേണ്ടത് ഒരു ബുക്ക് ഉം എടുത്തിട്ട് ഉം ഏതൊക്കെ ഏരിയ, ഇപ്പൊ ഒരുപാട് ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാ ഏരിയാസ് എഴുതി വെക്ക്. അതിൽ ഓരോ ഉം ഏരിയ ഓരോ ദിവസത്തിൽ പിറ്റേ ദിവസം എടുക്ക്. ഇപ്പൊ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്തിന് വേണ്ടി ഞാൻ എങ്ങനെ ഷോപ്പ് ചെയ്യണം, എന്തൊക്കെ ഞാൻ ചെയ്യണം, അത് ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റുക. ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മൾ മറന്നു പോകും. ഇപ്പൊ ആരോ ഇവിടെ ഒരാൾ പറഞ്ഞു ഇത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മാം ഞാനത് മറന്നു പോകുന്നുള്ളത്. മറന്നു പോകാതിരിക്കാൻ ഒരു അലാറം വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് കുറച്ച് ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഹെൽത്തിന് വേണ്ടി ഇത്രയും വെള്ളം കുടിക്കും, വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഫോണിൽ ഒരു അലാറം വെക്കാം. ആ അലാറം അടിക്കുമ്പോൾ തന്നെ വെള്ളം എടുത്ത് കുടിക്കാം. ഇതൊക്കെ നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചെയ്യാൻ ചെയ്യാന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ആ ഓപ്ഷൻസിലേക്ക് ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും പ്രോബ്ലത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതിനെ ഇപ്പൊ പറഞ്ഞു, നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, നമ്മളൊന്ന് തോറ്റു പോകുന്ന ഒരു പ്രശ്നം തോന്നും, എക്സോസ്റ്റഡ് ആയതുപോലെ തോന്നും. ഇതൊക്കെയാണ് ഷോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന പോയിന്റ്സ് ആണ്, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കുക. ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പലരും പല കോഴ്സസ് എടുക്കുന്നവരാണ്, പല കോഴ്സസ് പർച്ചേസ് ചെയ്യും, പക്ഷെ ആരും അത് കംപ്ലീറ്റ് ചെയ്യില്ല. ആ ഒരു ഇനീഷ്യലുള്ള നിങ്ങൾക്കുള്ള ആ ഒരു മോട്ടിവേഷൻ അവിടെ ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ മോട്ടിവേഷൻ ഇല്ലെങ്കിലും, ഈവൻ ഇഫ് യു ആർ ടയേർഡ്, ഈവൻ ഇഫ് യു ആർ സ്ട്രെസ്ഡ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമേ തന്നെ പ്രോ ആവണ്ട, പതിയെ പതിയെ പ്രോ ആയാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസം ഞാൻ ഈ ഒരു ഹാബിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് ഇതെന്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറി. പിന്നെ എനിക്ക് ഏത് ഏരിയയിലും എനിക്ക് ഇന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുക്കണം. ക്ലിയർ ആയോ? അത് ഐശ്വര്യ ക്ലിയർ ആയോ? മനസ്സിലായി മനസ്സിലായി. ക്ലിയർ ആയി. ഓക്കെ. അങ്ങനെ ഒന്ന് സമയം എക്സോസ്റ്റഡ് ആവണ്ട, ടെൻഷൻ ആവാതെ പതിയെ പതിയെ എടുത്തു പോവാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ് കേട്ടോ. ഓക്കെ, ഓക്കെ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു മാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് വെച്ച് എനിക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ മറ്റുള്ളവർക്കും കൂടി കുറച്ചുകൂടി അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മാം ഉം, പറയൂ. ഞാനും അതുപോലെ ആ കുട്ടി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഉം, ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഓഫ്ലൈനിൽ പഠിച്ചുകൊണ്ടിരുന്നതാ. ഉം, അപ്പൊ അതിനിടയിലാണ് പ്രഗ്നന്റ് ആവുന്നു, ബെഡ് റെസ്റ്റ് വരുന്നു. അപ്പൊ ഉം, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഉം, അതിനിടയിൽ ബാങ്ക് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു. എല്ലാം അവിടെ നിന്ന് ഇനി ഞാൻ എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്ന അറിയാണ്ട് ശരിക്കും വട്ടുപിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ശരിക്കും വർക്ക്ഷോപ്പിന് ഉം, ആ ഒരു ആഡ് കാണുന്നത്. ഉം. അപ്പൊ തന്നെ ഞാൻ പിന്നെ എനിക്ക് ടെൻഷൻ, ഇതിന് ഞാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നായിരുന്നു. പക്ഷെ ഞാൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞതോടും കൂടി എനിക്ക് നല്ലൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നല്ല, ഒരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് എല്ലാത്തിനും എനിക്ക് ഡിവൈഡ് ചെയ്ത് സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റീവ് ആകാൻ പറ്റി നല്ലൊരു അല്ലേ? ഐഡിയ എനിക്കിപ്പോ ആ വന്നിട്ടുണ്ട്. ആ ഹാ ഹാ, അപ്പൊ ഇനി വെരി എന്തായാലും ഞാൻ അതിനുള്ള ശ്രമം എന്തായാലും ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. ഗുഡ്. എന്തായാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നതന്നെ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ് ഷംന, വെരി ഗുഡ്. ഏജ് ഇസ് നോട്ട് എ മാറ്റർ. നമ്മൾ ലേറ്റ് ആയി എന്നുള്ള ഒരു കാര്യം ഒന്നും ഒരു മാറ്റർ അല്ല. നമുക്ക് ഇത്രയും കോഴ്സസ് കുറെ പെൻഡിങ് ഉണ്ട്, ഇതൊന്നും ഒരു മാറ്റർ അല്ല. ഇനി നിങ്ങൾക്ക് അതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ? ഇനി എനിക്കത് ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈവൻ ആരെങ്കിലും ഹെൽപ്പ് എടുക്കേണ്ടി വന്നാലും ഹെൽപ്പ് എടുക്കുക, ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഇവിടെ നമ്മൾ ഷോപ്പ് ചെയ്താലേ നമ്മുടെ ലൈഫ് ബെറ്റർ ആകുള്ളൂ. ഒരാളും വന്ന് നിന്നോട് നീ ഇത് ചെയ്താൽ ബെറ്റർ ആവുമെന്ന് ഒരാളും പറഞ്ഞു തരില്ല. നമ്മൾ തന്നെ ഡെയിലി ഷോപ്പ് ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഷോപ്പ് ചെയ്യാനും എന്തൊക്കെയോ കാര്യങ്ങൾ എവിടേക്കോ പെൻഡിങ് ഇട്ടിട്ട് അതിൽ ബെറ്റർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന് അതൊരു ഷോപ്പിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഷംനയൊക്കെ പറഞ്ഞ പോലെ ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഐശ്വര്യക്കും ബാക്കി എല്ലാവർക്കും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ എനർജിയൊക്കെ ഒന്ന് അപ്പാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ആദ്യമേ തന്നെ ഒരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. വൺസ് ആ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഐ ഹാവ് ടു ഡു നെക്സ്റ്റ്, എനിക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും. വൺസ് സ്റ്റാർട്ട് ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളൂ. സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല.
മനസ്സിലാവുന്നുണ്ട്. ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരുടെയും ബുദ്ധിമുട്ടെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് ചെയ്താൽ മതി, 10 മിനിറ്റ് 15 മിനിറ്റ് ചെയ്യേണ്ട. 2 മണിക്കൂറിന്റെ സെഷൻ, 2 മണിക്കൂറിന്റെ ക്ലാസ്, അരമണിക്കൂർ വെച്ച് ഡെയിലി പഠിച്ചാൽ മതി. കാരണം അരമണിക്കൂറിൽ കൂടുതൽ ആർക്കും ഇപ്പൊ അറ്റൻഷൻ കിട്ടുന്നില്ല. ഇനി ആ അരമണിക്കൂർ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ ഒന്നും കൂടി പ്രൊഡക്റ്റീവ് ആവും. ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇരിക്കാനുള്ള ഒരു അറ്റൻഷൻ കിട്ടും. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടും. അതാണ് വർക്ക് ചെയ്യും തോറും നമ്മുടെ ബ്രെയിനും അതനുസരിച്ച് നമ്മളായിട്ട് അഡ്ജസ്റ്റഡ് ആകും. നമ്മളിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഈ ക്ലട്ടേർഡ് ആയി മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ വളരെ സ്റ്റക്ക് ആയ ഒരു അവസ്ഥയാണ്. നമ്മുടെ ബ്രെയിനും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടേ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യും തോറും നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളത് സപ്പോർട്ട് ചെയ്യും. കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്രെയിൻ എപ്പോഴും ഇയാളെ കംഫർട്ട് സോണിൽ തന്നെ ഇരുത്താനായിരിക്കും ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് ബ്രെയിനും ചിന്തിച്ചു തുടങ്ങും, യാ ഹീസ് ഡൂയിങ് സംതിങ് സീരിയസ്, ഇവൻ എന്തോ സീരിയസ് ആയിട്ട് ചെയ്യണേന്, ഇവനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, ആ രീതിയിലേക്ക് മാറും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇതുവരെയും ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈവൻ ലേഡീസിന്റെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിച്ചണിൽ കയറുമ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തവരായിരിക്കും ലേഡീസ്. എന്ത് എവിടെ ചെയ്യണം എങ്ങനെയാന്നുള്ളത്. അവരത് ഡെയിലി അവരത് ആക്ഷൻ എടുത്ത് അവർക്കത് വേറെ ഓപ്ഷൻ ഇല്ല. വീട്ടില് ഞാൻ കഞ്ഞി വെച്ചില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാകും എന്നുള്ള ഒരു ഇതില് അവര് നിർബന്ധിക്കപ്പെട്ടിട്ട് അത് ചെയ്ത് 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 അവരിപ്പോ അവിടെ പ്രോ ആയി മാറി കിച്ചണില്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് ചെയ്ത് വന്നിട്ടാണ് അതങ്ങനെ ആയിരിക്കുന്നത്. വെറുതെ ഒന്നും അങ്ങനെ ആവില്ല, അല്ലേ? അതേപോലെയാണ് നമ്മൾ ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ബ്രെയിനും അതിന് സപ്പോർട്ട് ചെയ്യും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു ഷംന, താങ്ക് യു ഫോർ ഷെയറിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഷംനയൊക്കെ 2 കോഴ്സ് ചെയ്തോ, കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം സമയമെടുത്ത് പതിയെ പതിയെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു വർഷം അല്ല കുറച്ചൊരു 6 മാസം ഞാൻ എനിക്ക് വേണ്ടി ഡെഡ് ലൈൻ ഇട്ടിട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു 6 മാസം സമയമുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ നമുക്കൊരു ഡെഡ് ലൈൻ ഇടാം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിനുള്ളിൽ ഞാനിത് ഫിനിഷ് ചെയ്യും. ഞാൻ മാക്സിമം എന്നെ ഷോപ്പ് ചെയ്യും. ഈ ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് ഷോപ്പ് ചെയ്യുന്നത്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ അത് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കതൊരു എന്താ പറയണത്, എനിക്കൊരു ഫ്രീലാൻസർ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ എനിക്കിത് പതിയെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എനിക്കതൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കുക. ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആകുക. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഇതിന്റെ ബെനിഫിറ്റ് എന്തായിരിക്കും, ഞാനിപ്പോൾ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, എനിക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ ഞാനൊന്നൊരു എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എനിക്ക് ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യാം, എനിക്ക് ഒരാളുടെ സപ്പോർട്ട് എടുക്കേണ്ടി വരില്ല. അങ്ങനെ അതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ റിസൾട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അതിലേക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ റിസൾട്ട് ഇപ്പൊ തന്നെ വേണം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റണം. എനിക്ക് ഓൾ ഓഫ് എ സഡൻ എനിക്ക് റിസൾട്ട് വേണം എന്ന് ചിന്തിക്കാതെ പതിയെ സമയം എടുത്തിട്ട് റിസൾട്ട് മതി. ആ പ്രോസസ്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഡെയിലി ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൽ എഴുതുക, അത് നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ ആ ബുക്കിലൊന്ന് മാർക്ക് ചെയ്യുക, ഞാൻ ഇന്ന് ഇത്രയും പോർഷൻസ് എനിക്ക് വേണ്ടി പഠിച്ചു, ഞാൻ ഷോപ്പ് ചെയ്തു, ഐ എം സോ ഹാപ്പി. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം ചെയ്യണമെന്നുള്ളൊരു ഈഗോ വരാൻ പാടില്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഈഗോ എന്താണ് ആഗ്രഹിക്കണേ? നമ്മുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹിക്കണേ? നമുക്ക് പെട്ടെന്ന് ഗോൾ അച്ചീവ് ചെയ്യണം, പെട്ടെന്ന് സക്സസ് ആകണം. അങ്ങനത്തെ സക്സസ് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. എത്ര പേര് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? നാളെ തന്നെ എനിക്ക് സക്സസ് ആകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ പതിയെ ടൈം എടുത്തിട്ട് എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്താൽ മതി, അങ്ങനെ ആയിരിക്കണം. ഈഗോ വർക്ക് ചെയ്യരുത് അവിടെ. കാരണം ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം വാണ്ട് സേഫ്റ്റി. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ബോഡിയിലെ ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്, അതിന് വേണ്ടത് സേഫ്റ്റിയാണ്. ഒരു സേഫ് ഫീല് തോന്നണം നമ്മുടെ ബോഡിക്കകത്ത്. നമ്മുടെ ഉള്ളിലെ നെർവസ് സിസ്റ്റത്തിനൊക്കെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം. നമ്മളെപ്പോഴും ടെൻഷൻ എടുത്ത് ഭയങ്കര ഒരു ആങ്സൈറ്റിയോട് കൂടി സ്ട്രെസ്സോട് കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നെർവസ് സിസ്റ്റം ഒരിക്കലും കാമായിരിക്കില്ല.
അവിടെയാണ് ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു വെപ്രാളം ഫീലിംഗ് വരുമ്പോൾ എന്തോ ഒരു ടെൻഷൻ ഫീൽ വരും എന്നുള്ളത്. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് വരുമ്പോൾ തന്നെ അവിടെ ബോഡി മൊത്തത്തിൽ റെസ്റ്റ്ലെസ് ആകുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിയെ ഡിനൈ ചെയ്തുകൊണ്ട് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. അതേപോലെ നമ്മുടെ മൈൻഡിനെ കാമാക്കാതെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാം. ഈ പ്രോസസ്സ്, ഈ ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുക. ശബ്ന ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഡാൻസ് ഒരു സ്ട്രെസ്സായി എടുക്കാതെ ആ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്യുക. ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ, ഈ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഷോപ്പിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മൾ റിസൾട്ട് നോക്കിയല്ല ചെയ്യേണ്ട. അത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഷോപ്പ് ഫോർ സെൽഫ് റെസ്പെക്ട്. ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ എന്താണ് എന്നെ ചെയ്തത്. അത് കൂടുതൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളും പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി അല്ല ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ പറഞ്ഞത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരുപാട് ഹാബിറ്റ്സ് ലൈഫിലുണ്ട്. റീഡിങ് ഒരു ഹാബിറ്റാണ്, കുക്കിംഗ് ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ വാക്കിംഗ്, എന്തും നമുക്ക് കുറെ കുറെ ഹാബിറ്റ്സ്. പക്ഷെ ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയാസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് അല്ലേ? ഈ ഒരു ഹാബിറ്റ് സൂപ്പർ ആണെന്ന് ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? വാവ്, അടിപൊളി ഹാബിറ്റ് ആണ് ഇത്, ലൈഫിൽ കൊണ്ടുവന്ന ലൈഫ് അടിപൊളിയാവുന്ന തോന്നുന്നവരുണ്ടോ? ആണ്. എല്ലാ ഏരിയാസിലും ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ചോദിക്കുക, ഈ ഒരു സെഷന് ശേഷം നിങ്ങൾ ചോദിക്കുക, ഞാൻ ഏത് ഏരിയയിലാണ് ഞാൻ എന്നെ ഷോപ്പ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാം. ആ കടയിൽ പോയതുകൊണ്ട് ശരി. എന്തോ ഷഹനാസ്? ഇവിടെ മൂടിയൊക്കെ ശരിയാക്കണ്ടേ, മൂടിയൊക്കെ മേടിക്കാല്ലേ. ശരി. ആ ഐഷു വരും ഇപ്പൊ. ആ ഓക്കെ, ഷഹനാസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ആ ഇല്ല കുഴപ്പമില്ല. സോറി മാം. ആ ഓക്കെ ഓക്കെ. ഓ ശരി. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ ഷഹനാസ്? ഹലോ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഷഹനാസ്? ഞാൻ പറയാൻ നോക്കുമ്പോ മാം എന്ത്? സോറി മാം, ബൈ മിസ്റ്റേക്ക് ഞാൻ മോളെ വിളിക്കാൻ വന്നതാ. ബൈ നോ മിസ്റ്റേക്ക് പ്രോബ്ലം, ആയിട്ട് നോ ആക്കിപ്പോയതാ. പ്രോബ്ലം, നോ പ്രോബ്ലം. എന്തോ പറഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇത് അത്രയും നല്ലൊരു ഇതായിട്ട് നിങ്ങൾ കൊണ്ടുപോവാം. അതേപോലെ എപ്പോഴും നിങ്ങൾ ഷോപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മൂഡില്ലെങ്കിലും മോട്ടിവേഷൻ ഇല്ലെങ്കിലും നിങ്ങളത് നിങ്ങളുടെ ഭാഗമാക്കി മാറ്റുക. നമുക്കിത് എങ്ങനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാം, ഹൗ ടു ബിൽഡ് ദ ഹാബിറ്റ്, ഈ ഹാബിറ്റ് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനാ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഈഗോ അവിടെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ സേഫ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇത് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ആൻഡ് അതേപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഇതിലേക്ക് ആവരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് ഇത് ചെയ്യും. ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഗ്രോത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ എന്നെ ഷോപ്പ് ചെയ്യുന്നു. അത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ എടുക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിൽ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഞാൻ ഇത് ഷോപ്പ് ചെയ്യും, ഇതൊന്നും ആരും കാണുന്നില്ലെങ്കിൽ ഞാനിത് എനിക്ക് വേണ്ടി ചെയ്യും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവണം ഇതിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യൂഷ്വലി എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്ന എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് സ്റ്റാർ ആകാനും പ്രോ ആകാനും. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചിട്ട് ഇത് ആരും കാണുന്നില്ലെങ്കിലും ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കും. ചില ആളുകളുണ്ട്, ഒരു 6 മാസമൊക്കെ അവരൊരു സൈലന്റ് മോഡിലേക്ക് പോകും. അവരാർക്കും കാണാൻ പറ്റില്ല, അവർ മൊത്തത്തിലൊന്ന് ഡിസപ്പിയർ ആയി പോകും. പക്ഷെ അവർ പോയിട്ട് പേഴ്സണലി ഇരുന്ന് അവരവരുടെ റൂമിലിരുന്ന് ഒരു 6 മാസം കൊണ്ട് പിന്നെ അവർ പുറത്തിറങ്ങുന്നത് അവർ വേറെ എന്തെങ്കിലും പുതിയ പ്ലാൻസോ ഇതൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്യായിരിക്കും. അവർ ഡെയിലി അവരിൽ തന്നെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനൊരു ഡിസപ്പിയറിങ് മോഡ് എന്ന് പറയും. ആ ഒരു മോഡിലേക്ക് അവർ പോകും. അതേപോലെ പോകാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ആരും കാണുന്നില്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇത് വർക്ക് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഇത് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഷോപ്പ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത്. അതൊരു ഹാബിറ്റാക്കി മാറ്റുക. കാരണം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എത്ര മൂഡില്ലെങ്കിലും ഒരു ഇതുമില്ലെങ്കിലും നിങ്ങൾ ബ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണോ? വേണ്ട. കാരണം അതാണ് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഭാഗമാണ് ബ്രഷ് ചെയ്യാന്നുള്ളത്. അതേപോലെ ആയിരിക്കണം.
മനസ്സിലാവുന്നുണ്ടോ? ഒരു മോട്ടിവേഷനും കൂടാതെ, ഒട്ടും ടയേർഡ്നെസ് ഇല്ലാതെ, എപ്പോഴും ടയേർഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ പോലും ഒരു മൂഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ, ഞാൻ അരമണിക്കൂർ എനിക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങളിൽ എന്തൊക്കെയോ ചെയ്തു. അതിൽ പല കാര്യങ്ങളാവാം. 5 മിനിറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുന്നതാകാം, 5 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ ഒരു കോൾ ചെയ്തിട്ടുണ്ടാവണതാവാം. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പുതിയ ഒരു ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാളെ ഫോൺ ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ഡിസ്കസ് ചെയ്യുന്നത് പോലും ആ ഒരു ഏരിയയിൽ ഷോപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു മെസ്സേജ് ആർക്കെങ്കിലും അയക്കുന്നത് പോലും ഒരു ഷോപ്പാണ്, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ അങ്ങനെ പല ഏരിയാസിലും നമ്മൾ ഒന്ന് കിടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്, എല്ലാ ഏരിയാസിലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിറ്റേ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നത് പോലും ഷോപ്പാണ്. കാരണം നാളത്തെ എൻ്റെ ഡേ ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കുന്നതിൽ ഞാൻ എന്നെ ഷോപ്പ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വളരെ, ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇത് ഒരു ബ്രഷ് ചെയ്യാൻ പോലും നമുക്ക് ആരുടെ മോട്ടിവേഷൻ വേണ്ട. ബ്രഷ് ചെയ്യുന്ന കാര്യം അതേപോലെ ആയിരിക്കണം ഷോപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിന്നിപ്പോ ഇവിടെ പല ഏരിയാസും പല കാര്യങ്ങളും പറഞ്ഞ്, അപ്പൊ ഇത് നിങ്ങൾ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ട് പോവുക എന്നുള്ളതല്ല ഈ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ നിങ്ങളെ ഷോപ്പ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചിട്ട് വേണം പോവാൻ, ഇന്ന ഏരിയാസിൽ ഞാൻ ഷോപ്പ് ചെയ്തിരിക്കുന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് വേണ്ടി മാഡം ചെയ്തിട്ട് വേണം പോവാൻ. യെസ് ഷംന, പറയൂ ഷംന. അല്ല, ഞാൻ യെസ് എന്ന് പറഞ്ഞതാ. യെസ് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീക്ക് മുതൽ നൈറ്റ് ആക്കാൻ വേണ്ടി എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറെ പേർക്കും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി. അത് ഞാൻ അറിയിക്കാം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് വേറെ സെഷൻസ് ആ ടൈമിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഫ്രീ സെഷൻ ഞാൻ ഉച്ചയ്ക്ക് വെക്കുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് എന്തായാലും ഞാൻ അറിയിക്കാം. എല്ലാവരും ഈ സെഷന്റെ ഒരു ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഗ്രൂപ്പിലിടാം. നമ്മുടെ സക്സസ് കോഡ്സ് ഗ്രൂപ്പിൽ വേണം നിങ്ങൾ ഇടാൻ. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി എന്നുള്ളത് ഒരു വൺ സെന്റൻസ് ആയിട്ടാണെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിലിടാം. അറ്റൻഡ് ചെയ്യാത്തവർക്ക് അറ്റൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവട്ടെ, അവർക്കും ഇതേപോലുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യാൻ ഇതാവട്ടെ. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിലിടാം. നിങ്ങൾ ഏത് ഏരിയയിലാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നും കൂടി ഗ്രൂപ്പിലിടാം. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാർ ഉണ്ടല്ലോ, അനിൽകുമാർ സാർ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? മ്യൂട്ടാണ് സാർ. നമ്മൾ പണ്ട് പോലെ നമ്മുടെ അധ്യാപകരും നമ്മളും പറയാറുള്ളതാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ ഒരു ചെറിയ കാര്യമെങ്കിലും ഡെയിലി ചെയ്തിരിക്കണം. ഇത് നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റി പ്രത്യേകം എടുത്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മാം ഇവിടെ ക്ലാസ്സുകൾ പറഞ്ഞത്. അപ്പം അതായത് നമുക്ക് ആ പേടിയോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പാടില്ല. നമ്മൾ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചില്ല, ഏത് ഏരിയയിലാണ് നമ്മൾ ബെറ്റർ ആകേണ്ടത്, ആ ഏരിയയിൽ ഫോക്കസ്ഡ് ആകാൻ വേണ്ടി നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ 15 മിനിറ്റ് വെച്ചെങ്കിലും സ്മോൾ സ്റ്റെപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് മാം ഇവിടെ പറഞ്ഞു വന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പാഷൻ കാണും. അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഡെയിലി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് മാം പറഞ്ഞത്. ഡെയിലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് മാം ഇവിടെ പറഞ്ഞത്. ഇതനുസരിച്ച് നമ്മൾ ഡെയിലി തുടങ്ങിയാൽ നമ്മുടെ ഈ ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് മാം ഇവിടെ പറഞ്ഞു വെച്ചത്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാനതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. നമ്മൾ ഈ ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യുമെന്നാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. അത് നമ്മൾ ഈഗോ ഒക്കെ മാറ്റി നമ്മളതൊരു ഹാബിറ്റായിട്ട് മാറ്റുക, നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം. നമ്മളിത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളാകെ ഇതൊരു പ്രോമിസാണ്, ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ശരി, ഞാൻ നിനക്ക് തരാമെന്ന് നമ്മൾ തൊട്ടോട് പറയല്ല, ഞാൻ നിനക്ക് ഓണത്തിന് അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ഒരു വാച്ച് മേടിച്ച് തരാമെന്ന് ചെറുപ്പകാലങ്ങളിൽ പണ്ട് പറയാറുള്ളത് പോലെ ഒരു പ്രോമിസാണ് ആരോട് നാം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് പ്രോമിസ്. ആ പ്രോമിസ് നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ എനർജി ഡൗൺ ആകാതെ അപ്പാകും.
യെസ് യെസ് ഏത് കാര്യത്തിനും നമ്മുടെ എനർജി അപ്പാകേണ്ടതുണ്ട്. അപ്പം അതിന് ഈ മാതിരി പരിപാടികൾ നമ്മൾ ചെയ്യണം എന്നാണ് മാം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. എന്തായാലും ഇത് നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ചില മാം ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം നിസ്സാര കാര്യമാണെന്ന് പറഞ്ഞതിനെ വലുതാക്കി ഇത്രയും രസകരമായ രീതിയിൽ മാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. യെസ് യെസ്. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ഷെയറിങ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത വീക്കിൽ ഇതേപോലെ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പം എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പോളിടും, എന്താണ് ആ വീക്കിൽ വരുന്നതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പോളിടും. അതനുസരിച്ച് നിങ്ങൾ പോളിൽ ഇത് ചെയ്യുക. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് തരാം. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീക്ക് കാണാം നമുക്ക്. ഓക്കെ. ഓക്കെ, താങ്ക് യു.